മൈസൂരിൽ പ്രവർത്തിക്കുന്ന ഒരു മെസ്സിലേക്ക് ബൈക്കിൽ ഡെലിവറി ചെയ്യുന്നതിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ശമ്പളം മാസം 15,000 രൂപയിൽ കൂടുതൽ ലഭിക്കും. മുൻപരിചയം ഇല്ലാത്തവർക്കും അവസരം ലഭിക്കുന്നതാണ്. കൂടാതെ താമസസൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കും. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഒരു 4 സ്റ്റാർ ഹോട്ടലിലേക്ക് ബാർ അറ്റൻഡറുടെയും ക്യാപ്റ്റന്റെയും വെയിറ്ററുടെയും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. പത്തനംതിട്ട അടൂർ ഏരിയയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ശമ്പളം 12,500 രൂപ മുതൽ 21,800 രൂപ വരെ ഓരോ ജോലിക്കും അനുസരിച്ച് ലഭിക്കുന്നതാണ്. താമസ സൗകര്യവും ഭക്ഷണവും ആവശ്യമുള്ളവർക്ക് അറേഞ്ച് ചെയ്തു തരും. അടുത്ത ഒഴിവുകൾ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് എണ്ണക്കടികൾ, ചായ തുടങ്ങിയവ ഉണ്ടാക്കാൻ അറിയുന്ന കുക്കിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ശമ്പളം 20,000 രൂപ മുതൽ 30,000 രൂപ വരെ ഇടയിൽ ലഭിക്കും. ഏജൻസി വഴിയുള്ള ഒഴിവുകളിൽ ജോയിൻ ചെയ്യരുത്. എക്സിക്യൂട്ടീവ് അസോസിയേറ്റീവിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഏഷ്യൻ പെയിന്റിന്റെ കീഴിലാണ് ഒഴിവുകൾ. പുരുഷന്മാർക്ക് അവസരം ലഭിക്കുന്നതാണ്. ശമ്പളം 18,000 രൂപ വരെ ലഭിക്കും. 28 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അവസരം ലഭിക്കുക. മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ജോലി ലഭിക്കും. മിനിമം ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മതി. ജോലി സ്ഥലം വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പൊന്നാനിയിലെ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് ജോലിക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട്. ഒരു ഫുട്വെയർ സ്ഥാപനത്തിന്റെ കീഴിലാണ് ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഉണ്ടായാൽ മതി. 28 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അവസരം. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് മെഡിക്കൽ ഷോപ്പിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. സെയിൽസ് സ്റ്റാഫിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മുൻപരിചയം നിർബന്ധമില്ല. ശമ്പളം 12,000 രൂപയിൽ കൂടുതൽ ലഭിക്കും. ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. താല്പര്യമുള്ളവർ വിളിച്ച് അന്വേഷിക്കുക. മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഈ കാർട്ടിൽ ഡെലിവറി ചെയ്യുന്നതിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ശമ്പളം 15,000 രൂപ മുതൽ 25,000 രൂപ വരെ ലഭിക്കും. തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കോട്ടയം തുടങ്ങിയ ജില്ലകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒഴിവുകൾ പെട്ടെന്നറിയാൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പെയിന്റിംഗ് ജോലി ചെയ്യുന്നതിന് അറിയുന്ന ആളുകളെ ആവശ്യമുണ്ട്. ഈ ജോലിക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കും. കൂടാതെ ശമ്പളം 20,000 രൂപ മാസം കൂലി ലഭിക്കും. ജോലി സ്ഥലം വരുന്നത് പെരുമ്പാവൂർ ഏരിയയിലാണ്. ബേക്കറി സ്റ്റാഫിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. കണ്ണൂരിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ശമ്പളം 13,000 രൂപ മുതൽ 20,000 രൂപ വരെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചു മനസ്സിലാക്കുക. ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒഴിവുകൾ താഴെ കൊടുക്കുന്നു. സെയിൽസ് കൗൺസിലർ 5ഓളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതേ മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കുകയും വേണം. അടുത്ത ഒഴിവുകൾ ലോജിസ്റ്റിക് ഹെൽപ്പറുടെ വേക്കൻസിയാണ്. 2-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കും. മിനിമം SSLC വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മതി. അടുത്ത ഒഴിവുകൾ AC ടെക്നീഷ്യന്റെ വേക്കൻസിയാണ്. 5-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഡിപ്ലോമ, ITI യോഗ്യതയുള്ള ആളുകളെ പരിഗണിക്കുന്നതാണ്. കൂടാതെ ഇതേ മേഖലയിൽ 3 വർഷത്തിൽ കുറയാത്ത മുൻപരിചയം ഉണ്ടായിരിക്കണം. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇൻവെന്ററി എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ്. ഇതേ മേഖലയിൽ മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കും. BCom യോഗ്യത ഉണ്ടായാൽ മതി. 2 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടുത്ത ഒഴിവുകൾ AC ടെക്നീഷ്യൻ ഹെൽപ്പറുടെ വേക്കൻസിയാണ്. ഡിപ്ലോമ യോഗ്യതയുള്ള ആളുകൾക്ക് അവസരം. ITI യോഗ്യതയും പരിഗണിക്കുന്നതാണ്. 5 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് SLC യോഗ്യത ഉണ്ടായാൽ മതി. എക്സ്പീരിയൻസ് നിർബന്ധമില്ല. 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്ത ഒഴിവുകൾ ക്യാഷറുടെ വേക്കൻസിയാണ്. ഇതേ മേഖലയിൽ മുൻപരിചയം നിർബന്ധമില്ല. മിനിമം BCom യോഗ്യത ഉള്ളവർക്കാണ് അവസരം ലഭിക്കുക. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്ത ഒഴിവുകൾ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ ടെക്നീഷ്യന്റെ വേക്കൻസിയാണ്. ഇതേ മേഖലയിൽ 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ പരിഗണിക്കും. ITI ഡിപ്ലോമ യോഗ്യത ഉണ്ടായാൽ മതി. 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് മാനേജറുടെ വേക്കൻസിയാണ്. 2-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഡിഗ്രി യോഗ്യതയും കൂടാതെ ഇതേ മേഖലയിൽ ജോലി ചെയ്ത് 3 വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമാണ്. അടുത്ത ഒഴിവുകൾ സെക്യൂരിറ്റി ഗാർഡ്. 2 ഒഴിവുകൾ വന്നിട്ടുണ്ട്. മുൻപരിചയം നിർബന്ധമില്ല. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. കൂടാതെ 18-ാം തീയതി നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. ഒഴിവുകൾ വന്നിട്ടുള്ളത് ചേർത്തലയിലാണ്. ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ള വെയിറ്ററുടെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ജോലി സ്ഥലം വന്നിരിക്കുന്നത് പട്ടാമ്പി ഏരിയയിലാണ്. ശമ്പളം 12,000 രൂപയിൽ കൂടുതൽ. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. ഏജൻസി വഴിയുള്ള ഒഴിവുകളാണെങ്കിൽ ജോയിൻ ചെയ്യരുത്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതേ മേഖലയിൽ മുൻപരിചയം ഉള്ളവർക്കാണ് അവസരം ലഭിക്കുന്നത്. FMCG മേഖലയിലുള്ള എക്സ്പീരിയൻസ് പരിഗണിക്കുന്നതാണ്. ശമ്പളം 17,000 രൂപയിൽ കൂടുതൽ ലഭിക്കും. മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മതി. ഒഴിവുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്. ഒരു മെറ്റീരിയൽ വിൽപ്പന നടത്തുന്ന വാഹനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനും സെയിൽസ്മാന്റെയും വേക്കൻസി വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുക. ശമ്പളം, മറ്റു കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക.
അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റിന്റെ ജോലി ഒഴിവുകളാണ്. ഒഴിവുകൾ വന്നിരിക്കുന്നത് അബുദാബി അലൈൻ ഏരിയയിലാണ്. ഫാർമസി മേഖലയിൽ സെയിൽ ചെയ്തുള്ള മുൻപരിചയമുള്ള പുരുഷന്മാർക്ക് അവസരം ലഭിക്കും. 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഹിന്ദി, അറബി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഒരു ഡോർ ആൻഡ് പ്ലൈവുഡ് സെയിൽസിലേക്ക് ജോലിക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ്, ലോഡിംഗ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, ക്യാഷ്യർ, ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ചെന്നൈ, ബാംഗ്ലൂർ, കോഴിക്കോട്, കൊച്ചി, മുംബൈ, മലപ്പുറം, കണ്ണൂർ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ശമ്പളം 15,000 രൂപയിൽ കൂടുതൽ ലഭിക്കും. ഓരോ ജോലിക്കും അനുസരിച്ച് ശമ്പളം വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്.